പാലക്കാട് പുറമെ കൂടുതൽ മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. എല്ലാ മണ്ഡലങ്ങളെ കുറിച്ചും ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്. നാളെ ധർമ്മട മണ്ഡലത്തെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഡീലാണെന്നാണ് പറയുന്നത്. ഈ പാലക്കാട് എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? അവിടെ 1996 പാലക്കാട് മണ്ഡലത്തിൽ, ഇന്നത്തെ മണ്ഡലത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, LDF ജയിച്ചിരുന്നു. ആരായിരുന്നു സ്ഥാനാർത്ഥി? നൗഷാദ്. ഇന്ന് പാലക്കാട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹവും മുസ്ലിം നാമധാരിയാണല്ലോ. എങ്ങനെയാണത് BJP ആയിട്ട് ഡീലായിട്ട് മാറുക? എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ എഴുന്നള്ളിക്കുന്നതിനാ ഇതിൻ്റെ ഭാഗമായി നല്ലതുപോലെ കച്ചവടം നടത്താൻ. ആരാ കച്ചവടം നടത്തിയത്? നേരത്തെ പാലക്കാട് 91-ലല്ലേ അവിടെ AKG മത്സരിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആരെയായിരുന്നു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനും RSSനുമെല്ലാം ഒരേ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? ആരായിരുന്നു? RSSൻ്റെ ജില്ലാ കാര്യവാഹ്. ഓർമ്മയില്ലേ? വേറെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണവും ഉടുപ്പും ഇല്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം. അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്. കോലീബി സഖ്യത്തിൽ വടകരയിലും ബേപ്പൂരിലും കൃത്യമായ ധാരണയല്ലേ ഉണ്ടാക്കിയത്? ജയിപ്പിച്ചയക്കാമെന്നല്ലേ മറ്റെല്ലായിടവും പിന്തുണ നൽകുക. ഇവിടെ രണ്ടിടത്തും ജയിപ്പിച്ചു കൊടുക്കുക. അതായിരുന്നല്ലേ കരാറ്. ആ കരാറ് പൊതുവെ അംഗീകരിക്കപ്പെട്ടതല്ലേ? RSSൻ്റെയും അന്നത്തെ ജനസംഘത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്ന KG മാരാർ എഴുതി വച്ചില്ലേ കാര്യങ്ങൾ? എന്തെല്ലാം നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? BJPക്കകത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട്? ഒരു ഘട്ടത്തിൽ കേരളത്തിലെ UDFൻ്റെ മുഖ്യമന്ത്രിയോട് പരസ്യമായി ചോദിക്കുകയല്ലേ RSS നേതാവ്, ആ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമാണ് എന്ന് ഓർമ്മ വേണം. അതല്ലേ കേരളം? ഇപ്പോൾ സമീപകാലം എടുത്താൽ നിയമം എങ്ങനെയായിരുന്നു? 2016 നേമത്ത് ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെ. രാജഗോപാൽ ജയിച്ചു വന്നു. BJPയുടെ കരുത്തുകൊണ്ടായിരുന്നോ? കോൺഗ്രസല്ലേ സഹായിച്ചു കൊടുത്തത്? കോൺഗ്രസിൻ്റെ വോട്ട് കാണാനുണ്ടായില്ലല്ലോ. പക്ഷേ മറ്റൊരു ഗുണം കാക്ഷിച്ചിരുന്നു. അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ജയിക്കണമായിരുന്നു. അവിടെ
RSSൻ്റെയും BJPയുടെയും വോട്ട് കാണാനില്ല. നേമത്ത് കോൺഗ്രസിൻ്റെ വോട്ടും കാണാനില്ല. ഫലം കേരള നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനായി. വലിയ അഭിമാനം BJPക്ക്. ആരാ ഉണ്ടാക്കിയത്? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയല്ലേ? ആ കള്ളക്കളിയല്ലേ? 2021 തെരഞ്ഞെടുപ്പ് വന്നു. നേമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഇവിടെ അക്കൗണ്ട് പൂട്ടിക്കും. പൂട്ടിച്ചല്ലോ. ശിവൻകുട്ടി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള വസ്തുതകളല്ലേ? അതാണ് നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങൾ. അടുത്ത കാലത്തുണ്ടായ തൃശ്ശൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. എവിടെ പോയി കോൺഗ്രസിൻ്റെ വോട്ട്, UDFൻ്റെ വോട്ട്? തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് UDFിനില്ലാലോ. വലിയ കുറവല്ലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞ കാലത്തെ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞില്ലല്ലോ. എവിടെ പോയി കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വോട്ട്? ഇതെല്ലാം നാടിൻ്റെ വൃത്തികെട്ട ചരിത്രമല്ലേ? എല്ലാ കാലത്തും RSSുമായി, ജനസംഘവുമായി, BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ കോൺഗ്രസ്സല്ലേ തയ്യാറായിട്ടുള്ളത്? UDF അല്ലേ സന്നദ്ധമായിട്ടുള്ളത്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എല്ലായിടവും പരിശോധിച്ച് നോക്കൂ. എത്ര ഇടങ്ങളിൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് കാണാനുണ്ട്? ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ആ ഭാരവാഹികൾ തുടർന്ന് എത്ര സ്ഥലങ്ങളിലുണ്ട്? അപ്പം അങ്ങനെയെല്ലാം ചെയ്തവർ ഇപ്പോഴും ചില വൃത്തികെട്ട കളികൾ ഉദ്ദേശിക്കുന്നുണ്ട്. BJPക്ക് ഏറ്റവും വലിയ ശത്രു CPIM ആണ്, ഇടതുപക്ഷമാണ്. ഓർമ്മയില്ലേ, ത്രിപുരയിൽ BJP ജയിച്ചപ്പോൾ ത്രിപുരയിലെ BJPയുടെ ജയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് പൂർണ്ണമായിട്ട് അങ്ങ് പോവുകയായിരുന്നില്ലേ, നിയമസഭാ പാർട്ടി ആകെ. അതായിരുന്നില്ലേ വസ്തുത. പക്ഷേ ജയം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി തന്നെ പരസ്യമായി പറഞ്ഞത് ഇത് പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. എന്താ കാരണം? RSS കാണുന്നത് 3 പേരെയാണ് ആഭ്യന്തര ശത്രുക്കളായി: മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പോൾ ഇടതുപക്ഷത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ് അവർ. അതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. അപ്പോൾ പല ഘട്ടങ്ങളിൽ ഇവരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ചിലത് ഉദ്ദേശിക്കുന്നുണ്ടാവും. BJP കാണുന്നത് കോൺഗ്രസിനെ എപ്പോഴും അടിയോടെ വാരാം. എന്നാൽ ഇടതുപക്ഷത്തെയും LDFിനെയും അങ്ങനെ പെട്ടെന്ന് വാരാനാവില്ല. അപ്പോൾ നല്ലത് തൽക്കാലം UDF ജയിച്ചു വരട്ടെ. ആ സമീപനമല്ലേ പല ഘട്ടങ്ങളിലുണ്ടായത്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കൂ. 2016 തെരഞ്ഞെടുപ്പ്, 2021 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇരുമയ്യാണെങ്കിലും ഒരേ കരലായിട്ട് നടക്കുകയായിരുന്നില്ലേ? ഓർമ്മയില്ലേ? കോൺഗ്രസും BJPയും UDFും ഒരേ മനസ്സോടെ നീങ്ങിയ കാര്യങ്ങൾ, LDFിനെ പരാജയപ്പെടുത്താൻ കളിച്ച കളികൾ. ആ കാലത്ത് വട്ടമിട്ട് പറന്ന കേന്ദ്ര ഏജൻസികൾ, ആരോപണങ്ങൾ വൃത്തികെട്ട രീതിയിൽ കെട്ടിച്ചമക്കൽ. മറന്നുപോയോ ബിരിയാണി ചെമ്പൊക്കെ? ബിരിയാണിയിലൂടെ സ്വർണം വന്ന കഥകൾ എന്തെല്ലാം വൃത്തികേടുകളായിരുന്നു പ്രചരിപ്പിച്ചത്. അങ്ങനെ അവിശുദ്ധമായി കൂടാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി മുൻകൂർ ജാമ്യമെടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം. ഈ പറഞ്ഞ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ
ലോക്സഭാ മെമ്പറാണല്ലോ. ആ ലോക്സഭാ മെമ്പറാകുമ്പോൾ ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരുന്നു? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ ബി ജെ പിയാണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ബി ജെ പി ജയിച്ചു വരുന്നത് രാജ്യസഭയിലെ അംഗബലം അന്ന് കുറവുണ്ട്. ആ അംഗബലം കുറഞ്ഞത് നികത്താൻ ബി ജെ പിക്ക് അനുകൂലമാണ്. അത് ബി ജെ പിയെ സഹായിക്കലാണല്ലോ. ഒരുതരം ഡീലല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ഡീലുകൾ ഉറപ്പിച്ച് ശീലമുള്ളവർ, ആ ഡീൽ നടത്തിയവർ, അതിൻ്റെ അനുഭവമുള്ളവർ, അവരാണ് എല്ലാ ഘട്ടത്തിലും RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനും LDFനുമെതിരെ തീർത്തും കെട്ടിച്ചമച്ച ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും RSSമായോ BJPയുമായോ ചേർന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അതിനെ എതിർത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്.